തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 21 വാക്യത്തിൻ്റെ 2 ഭാഗം. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു. യോസേഫിൻ്റെ സഹോദരന്മാർ ദേശത്ത് ക്ഷാമം പെരുകിയപ്പോൾ മിസ്രയീമിൽ നിന്നും ആഹാര സാധനങ്ങൾ വാങ്ങുവാൻ വന്ന് യോസേഫിൻ്റെ മുമ്പാകെ നിന്നു. അപ്പോൾ അവർ ദേശം ഒറ്റുനോക്കുവാൻ വന്നവർ എന്ന് പറഞ്ഞ് 3 ദിവസം യോസേഫ് അവരെ തടവിലാക്കിയ ശേഷം അവരെ വിട്ടയക്കുവാനും അടുത്ത വട്ടം വരുമ്പോൾ ഇളയ സഹോദരനെയും കൂട്ടി വന്നാലേ യോസേഫിൻ്റെ മുഖം പോലും കാണുവാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞത് കേട്ട് യോസേഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യത്തിലെ പ്രതിപാദ്യ വിഷയം. യോസേഫിനോട് സഹോദരന്മാർക്കെല്ലാവർക്കും ഒരുപോലെ പകയും വിദ്വേഷവും ഉണ്ടായത് യോസേഫ് എന്തെങ്കിലും അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടല്ല, മറിച്ച് അപ്പൻ അവനെ ഇഷ്ടപ്പെടുന്നതും അവൻ കണ്ട സ്വപ്നങ്ങളും കാരണമാണ്. യോസേഫിനെ മിസ്രയീമ്യർക്ക് വിറ്റ കാര്യം സഹോദരന്മാർ ഒത്തൊരുമയോടെ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും അവരുടെ മനസാക്ഷി തങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് കൂടെ കൂടെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. അതിനാലാണ് അവരുടെ സങ്കടകരമായ അവസ്ഥയിൽ ചെയ്ത തെറ്റ് വീണ്ടും ഓർത്തെടുക്കുന്നതും പശ്ചാത്താപത്തോടെ സംസാരിക്കുന്നതും. പ്രിയമുള്ളവരെ, തെറ്റുകൾ പറ്റാത്ത മനുഷ്യർ ആരും തന്നെയില്ല. വിശുദ്ധ വചനം നമ്മെ ഓർപ്പിക്കുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നിങ്ങളുടെ മനസാക്ഷി ബോധ്യം നൽകിയിട്ടും ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്ത പാപങ്ങൾ പേറിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശുക്രിസ്തു ക്രൂശിൽ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗ്ഗേ വാഴുന്നത്. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സമാധാനപൂർണമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ.